ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന കൺസെപ്റ്റാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക ഡിഫറൻഷ്യബിൾ ആവുന്നതും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആവുന്നതും വെച്ചാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, സപ്പോസ് F ആൻഡ് G ആർ 2 ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, Fഉം Gയും 2 ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. ഇനി Fൻ്റെ ഡെറിവേറ്റീവിനെ f എന്നും Gയുടെ ഡെറിവേറ്റീവിനെ g എന്നും കൊടുക്കുന്നു. കൂടാതെ ആ വാല്യൂസ് fഉം gയും റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ലേബിയാണ്. അപ്പോൾ രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് F ആൻഡ് G തന്നിരിക്കുന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അവർ രണ്ടുപേരും റീമാൻ ഇൻ്റഗ്രബിളാണ്. എങ്കിൽ ഇൻ്റഗ്രൽ a to b F of x g of x dx ഈക്വൽ ടു F of b G of b മൈനസ് F of a ഇൻറ്റു G of a മൈനസ് ഇൻ്റഗ്രൽ a to b f of x ഇൻറ്റു G of x ഇൻറ്റു dx എന്നുള്ള വാല്യൂ. ഓക്കെ, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നതാണ്, വളരെ ഈസിയുമാണ്. പക്ഷേ സപ്പോസ് ദാറ്റ് H of x is equal to F of x into G of x അല്ലെങ്കിൽ H is equal to FG എന്നാണ് അർത്ഥം. എഫും ജിയും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് H is also ഡിഫറൻഷ്യബിൾ. എഫും ജിയും കണ്ടിന്യൂസ് കൂടിയായിരിക്കും, കാരണം എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതുകൊണ്ട് H കണ്ടിന്യൂസുമായിരിക്കും. ദാറ്റ് മീൻസ് H is a continuous and differentiable function on closed AB and its derivative product rule apply that H dash of x is equal to derivative of the first into second plus first function into derivative of the second. അതിനർത്ഥം F dash of x into g of x plus F of x into g dash of x. But F dash of x എന്ന് പറഞ്ഞാൽ small f of x ആണ്. Small f of x into G of x plus F of x into small g of x. നമുക്കിനി അറിയാം എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതായത് F ഡാഷും G ഡാഷും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ F ഡാഷും G ഡാഷും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. H ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഡാഷ് ഇൻറ്റു G പ്ലസ് F ഇൻറ്റു G ഡാഷ് ആണ്. G ഓൾറെഡി ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണ് G. അപ്പോൾ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ G റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. F ഡിഫറൻഷ്യബിൾ ആവുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്, അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. F ഡാഷും G ഡാഷും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റും അതിൻ്റെ സമ്മും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് F ഡാഷ് ഇൻറ്റു G പ്ലസ് F ഇൻറ്റു F into G dash is also Riemann integrable. That means അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ small f into G plus F into small g is a member of R. Now we consider Riemann integrable ആണ്. അപ്പോൾ H dash Riemann integrable ആണെന്ന് കിട്ടി. Riemann integrable ആണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. Therefore integral a to b H dash of x dx is equal to ഫസ്റ്റ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ integral a to b f g small f into G plus integral a to b F into small g എന്ന് കിട്ടുന്നു. This implies integral a to b h dash of x dx is equal to value substitute ചെയ്തുകയാണെങ്കിൽ integral a to b f of x G of x dx plus integral a to b F of x small g of x dx എന്ന് കിട്ടുന്നു. ഇനി h dash of x ൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് h dash of x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വിത്തിൻ ദ ലിമിറ്റ് a to b എന്നാണ്. കാരണം ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഡെറിവേറ്റീവ് പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ് വിത്തിൻ ദ ലിമിറ്റ് a to b. ദാറ്റ് മീൻസ് അപ്പോൾ ഇതിനകത്തെ രണ്ടാമത്തെ ടേം അതായത് തൊട്ട് മുകളിലെ ഫോർമുലയിലെ RHSലെ സെക്കൻഡ് ടേം ഇൻ്റഗ്രൽ a to b F of x into g of x dx is equal to ഇൻ്റഗ്രൽ a to b h dash of x dx മൈനസ് ഇൻ്റഗ്രൽ a to b small f of x into G of x dx എന്ന് കിട്ടും. പക്ഷേ ഇൻ്റഗ്രൽ a to b h dash of xൻ്റെ വില എന്ന് പറയുന്നത് h of x വിത്തിൻ ദ ലിമിറ്റ് a to b ആണ്. h of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് h of b മൈനസ് h of a എന്നാണ്. ഇനി h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F ഇൻറ്റു G ആണ്. ദാറ്റ് മീൻസ് F of b ഇൻറ്റു G of b മൈനസ് F of a ഇൻറ്റു G of a മൈനസ് ഇൻ്റഗ്രൽ a to b F of x സ്മോൾ f of x ഇൻറ്റു G of x dx എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റിസൾട്ട് കൂടിയാണത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും എന്നാണ്. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് എ ബി ടു ആർ കെ എന്ന് പറഞ്ഞാൽ അതിന് k ടുപ്പിൾസ് ഉണ്ടാവും. അതിനെ k കമ്പോണൻസ് f1 സ്മോൾ f1 സ്മോൾ f2 എക്സെട്ര f k എന്ന് പറയുന്നതിൻ്റെ കമ്പോണൻസ് ആണ്. സോ അതായത് സ്ക്രിപ്റ്റ് എഫ് ക്യാൻ ബി റിട്ടേൺ ആസ്
k tuple f1 f2 etc. fk's are real valued functions on closed interval ab അല്ലെങ്കിൽ f1 f2 etc. are റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്, അത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ നിന്ന് ആറിലേക്കുള്ള റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് എങ്കിൽ ഈ എഫ് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആവണമെങ്കിൽ എഫ് ജെയും റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആയിരിക്കും. അതായത് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ജെ എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ജെ വേരീസ് ഫ്രം 1 to k where alpha is a monotonic increasing function of closed interval a b into r തന്നെയാണ്. ഓക്കെ, അപ്പോൾ റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രേഷൻ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും വർക്ക് ചെയ്യും. അവിടെ ആൽഫ എന്ന് പറയുന്നത് വീണ്ടും മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷനും ക്ലോസ്ഡ് ഇന്റർവൽ a b into r ആണ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ a b നിന്ന് r kയിലേക്കാണ്, പക്ഷേ ആൽഫ എപ്പോഴും ക്ലോസ്ഡ് ഇന്റർവൽ a b നിന്ന് r ലേക്ക് തന്നെ. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ a to b f d ആൽഫ, അതായത് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രൽ ഓഫ് ദി വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ശരിക്കും ചെയ്യുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ചെയ്യുന്നതിന് പകരം അതിൻ്റെ കമ്പോണൻസിന് വർക്ക് ചെയ്യുന്നു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് മാറുന്നു, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആയി മാറുന്നു. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് എഴുതി ചേർക്കുന്നു. ഇപ്പോൾ ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എഫ് ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സ്മോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് f1 f2 എക്സെട്ര എഫ് കെ എന്നറിയാം. അതുപോലെ ഇൻ്റഗ്രൽ എ ടു ബി സ്ക്രിപ്റ്റ് എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് കെ ടൂപ്പിൾ ഇൻ്റഗ്രൽ എ ടു ബി f1 ഓഫ് ടി ഡി ടി ഇൻ്റഗ്രൽ എ ടു ബി f2 ടി ഓഫ് ടി ഡി ടി എക്സെട്ര ഇൻ്റഗ്രൽ എ ടു ബി എഫ് കെ ഓഫ് ടി ഡി ടി, അതായത് കെ ടൂപ്പിൾ ഫോമിലേക്ക് വരും. ഇനി ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ക്യാപിറ്റൽ എഫും ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനാണ്. ക്യാപിറ്റൽ എഫിനും കമ്പോണൻസ് ഉണ്ടാവും. ക്യാപിറ്റൽ F1 ക്യാപിറ്റൽ F2 എക്സെട്ര ക്യാപിറ്റൽ എഫ് കെ എന്ന് പറയുന്നത്. അതിൽ ക്യാപിറ്റൽ F1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ F2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ദി ഇൻ്റഗ്രൽ എസ് ആർ ഈക്വൽ ഇൻ്റഗ്രൽ ഓഫ് ദി മോഡുലസ് എന്നുള്ള റിസൾട്ട് നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ a b into r തന്നിരിക്കുന്നു. അത് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫയാണ്. ആൽഫ മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ തന്നെയാണ്. ദെൻ മോഡ് എഫ് എന്ന് പറയുന്നത് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്രിപ്റ്റ് എഫ് വെക്ടർ വാല്യൂഡ് ആണെങ്കിൽ പോലും അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഒരു വെക്ടറിൻ്റെ മോഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സ്കാലറാണ്. അപ്പം മോഡ് എഫ് എന്ന് പറയുന്നത് ഒരു സ്കാലർ ഫംഗ്ഷനാണ്, അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് ദി ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദി മോഡുലസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു എഫ് ഈസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഓർ എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ആൻഡ് അവർ ആൽഫ ഈസ് എ മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ a b into r. f1 f2 etc. fk are the components of f. Components means they are real valued functions on closed interval a b and f can be written as the k tuple f1 f2 etc. fk. ഇനി എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കമ്പോണൻസ് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ആവണം. ആൻഡ് ദ റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി ആൽഫ ഈക്വൽ ടു കെ ടൂപ്പിൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് വൺ ഡി ആൽഫ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടു ഡി ആൽഫ എക്സെട്ര ഇൻ്റഗ്രൽ എ ടു ബി എഫ് കെ ഡി ആൽഫ. ഇനി ബട്ട് വി നോ ദാറ്റ് ദ നോം ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻറ്റിൻ്റെ ഈച്ച് കമ്പോണൻ്റ് സ്ക്വയർ പ്ലസ് സം ചെയ്യുന്നു, അതിൻ്റെ ഹോൾ റേഷ്യോ 1/2 ആയിരിക്കും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി കമ്പോണൻസ് ആണ് നോം എന്ന് പറയുന്നത്. അപ്പോൾ നോം ദി യൂക്ലിഡിയൻ നോമാണ് അപ്പത്തെ ഓർക്കുക. നോം ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ജെ ആർ ഓഫ് ആൽഫയിലുണ്ടെങ്കിൽ എഫ് ജെ സ്ക്വയറും ആർ ഓഫ് ആൽഫയുണ്ടാകും. കാരണം ഒരു ഫംഗ്ഷൻ റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റും റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ എഫ് ജെ സ്ക്വയറും റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ F1 സ്ക്വയർ F2 സ്ക്വയർ എക്സെട്ര FK സ്ക്വയർ അവരെല്ലാവരും റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും, അതിൻ്റെ സമ്മുമായിരിക്കും. അപ്പോൾ ആ സം എല്ലാം റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് മോഡ് എഫും റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. മോഡുലസ് ഓഫ് ദി ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ഇൻ്റഗ്രൽ ഓഫ് ദി മോഡ്. നമുക്കപ്പോൾ ഇനി വേണ്ടത് സ്ക്വയർ റൂട്ട് കൂടി കണ്ടുപിടിക്കാനുണ്ട്. മോഡ് എഫ് ഇസ് ഈക്വൽ ടു F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് എക്സെട്ര FK സ്ക്വയർ ഹോൾ റേസ് ടു 1/2 റീമാൻ ഇൻ്റഗ്രബിൾ ആണ് കിട്ടണം. അതിന് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എ ഫംഗ്ഷൻ ഫൈ ഫ്രം ക്ലോസ് ഇൻ്റർവൽ 0m ഇൻറ്റു ആർ ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ടി വേർ ക്ലോസ് ഇൻ്റർവൽ 0m
കണ്ടെയ്ൻസ് ദ റേഞ്ച് ഓഫ് f1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര fk സ്ക്വയർ. അവിടെ 0 കൊടുക്കാൻ കാരണം എല്ലായ്പ്പോഴും നോൺ നെഗറ്റീവാണ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ പ്ലസ് എക്സെട്ര fk സ്ക്വയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ റേഞ്ച് എന്തായാലും 0 to m ആയിരിക്കും. കാരണം ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റീമാൻ ഷെഡിയേഴ്സും റീമാൻഡുകളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ റേഞ്ച് സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഓൾ 0m എന്ന് പറയുന്നത്. That means closed door 0m contains the range of the function f1 square plus f2 square plus etc plus fk square. Phi continuous ആവുന്നതുകൊണ്ട് phi റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് നമുക്കറിയാം. ഇനി phi കോമ്പോസിഷൻ f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ പ്ലസ് എക്സെട്ര fk സ്ക്വയർ ഈക്വൽ ടു f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ പ്ലസ് എക്സെട്ര fk സ്ക്വയർ ഹോൾ റേഷ്യോ 1/2 ആയിരിക്കും. ദാറ്റ് ഈസ് നോം f. ഇനി നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട് 6.11 പ്രകാരം phi കണ്ടിന്യൂസും എഫ് റീമാൻ ടേബിളും ആണെങ്കിൽ phi കോമ്പോസിഷൻ എഫ് റീമാൻ ടേബിൾ ആയിരിക്കും. phi കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇവിടെ നോം എഫ് ആണ്. ദാറ്റ് ഈസ് റീമാൻ സ്റ്റെരിയസ് ഇൻറ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ. ദാറ്റ് ഈസ് നോം എഫ് ഈസ് റീമാൻ സ്റ്റെരിയസ് ഇൻറ്റഗ്രബിൾ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മോഡുലസ് ഓഫ് ദി ഇൻറ്റഗ്രൽ ലെസ് ആർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ദി മോഡാണ്. അതിന് വേണ്ടി ദാറ്റ് y ഈക്വൽ ടു k tuple y1 y2 etc yk where y's are the components, integral components, integral a to b f j d alpha. And y is the integral a to b capital script f d alpha എന്ന് എടുത്ത് വെക്ടർ ആയിട്ട് എടുക്കും. ഇപ്പോൾ ക്യാപിറ്റൽ വൈയുടെ വെക്ടറാണ് y1 y2 etc yk എന്ന് പറയുന്നത് കമ്പോണൻസുമാണ്. നോം y സ്ക്വയർ ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 to k yj സ്ക്വയർ ആണ്. ഇനി yj സ്ക്വയറിനെ yj ഇൻറ്റു yj എന്ന് കൺസിഡർ ചെയ്യാം. ഒരു yjക്ക് ഇൻറ്റഗ്രൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിഗ്മ j വേസ് ഫ്രം 1 to k yj ഇൻറ്റു ഇൻറ്റഗ്രൽ a to b f j d ആൽഫ. ഓക്കെ, ആ yj ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻറ്റഗ്രലിനെ പുറത്തേക്ക് എടുക്കാം. yj അകത്തേക്ക് ചെല്ലുന്നു. ദോർ ഇൻറ്റഗ്രൽ a to b സിഗ്മ j ഈക്വൽ ടു 1 to k yj എഫ് ജെ ഡി ആൽഫ എന്നായി മാറും. അതവിടെ നമ്മൾ അൽജിബ്രയാണ് അപ്ലൈ ചെയ്തത്. ഇൻറ്റഗ്രേഷൻ്റെ അൽജിബ്രയാണ് അപ്ലൈ ചെയ്തത്. സ്കാലർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനാണ് അപ്ലൈ ചെയ്തത്. ദിസ് ഇംപ്ലൈസ് ഇൻറ്റഗ്രൽ a to b സിഗ്മ j ഈക്വൽ ടു 1 to k yj എഫ് ജെ ഡി ആൽഫ നോം ബൈ സ്ക്വയറിന് ഈക്വൽ ആയതുകൊണ്ട് നോം ഈസ് ആൾവേസ് ഗ്രെറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് ആ ഇൻറ്റഗ്രൽ വാല്യൂ ആൾവേസ് ഗ്രെറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ഇൻറ്റഗ്രൽ വാല്യൂ ആൾവേസ് ഗ്രെറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഒരു ഇൻറ്റഗ്രൽ ഗ്രെറ്റർ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇൻറ്റഗ്രാൻഡ് ഗ്രെറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് സിഗ്മ j ഈക്വൽ ടു 1 to k yj എഫ് ജെ ഗ്രെറ്റർ ആർ ഈക്വൽ ടു 0. ഇനി നമ്മൾ കോഷീസ് കോസ് ഇനിക്വാളിറ്റി പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് ദി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ. അങ്ങനെയാണെങ്കിൽ സിഗ്മ j ഈക്വൽ ടു 1 to k yj എഫ് ജെ ഓഫ് ടി ഈക്വൽ ടു അതിൻ്റെ മീൻ ചെയ്യുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് y1 y2 etc yk വിത്ത് f1 of t f2 of t etc f of t. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സാണ് y1 y2 etc yk എന്ന് പറയുന്ന x എന്ന വെക്ടറും f1 of t f2 of t etc fk of t എന്ന y എന്ന വെക്ടറുമാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ എന്ന് പറയുന്നത് കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്പിൾ ചെയ്യലാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഫസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് y1 y2 etc yk, സെക്കൻഡ് വെക്ടർ f1 of t f2 of t etc fk of t ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോഷീസ് കോസ് ഇനിക്വാളിറ്റി പ്രകാരം നോം y ഇൻറ്റു ഫസ്റ്റ് വെക്ടർ ഇൻറ്റു സെക്കൻഡ് വെക്ടർ നോം എഫ് ഓഫ് ടി ആയിരിക്കും. കാരണം സ്ക്രിപ്റ്റ് എഫ് ഓഫ് ടി ആണ് ആക്ച്വലി കെ കമ്പോണൻറ്റ്സ് വരുന്ന ആ കെ ട്രിപ്പിൾ. Therefore we get sigma j equal to 1 to k yj fj of t എന്ന് പറയുന്നത് നോക്കാം. നോം y സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം മോഡൽ ഇനിക്വാളിറ്റി പ്രകാരം നോം y സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ a to b നോം y ഇൻറ്റു നോം എഫ് ഓഫ് ടി. കാരണം നോം y സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ a to b നോം y ഇൻറ്റു തൊട്ട് മോഡൽ നമ്മൾ എഴുതിയിട്ട് സിഗ്മ j ഈക്വൽ ടു 1 to k yj ഇൻറ്റു എഫ് ജെ ഓഫ് ടിയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം y ഇൻറ്റു നോം എഫ് ഓഫ് ടി ആണ് കൊടുത്തത്. അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇവിടെ ചെയ്തത്. നോം y സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ a to b നോം y ഇൻറ്റു നോം എഫ് ഓഫ് ടി ഡി ആൽഫ എന്ന് കിട്ടുന്നു. ആ നോം y കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുക്കും. നോം y ഇൻറ്റു ഇൻറ്റഗ്രൽ a to b മോഡ് എഫ് ഓഫ് ടി ഡി ആൽഫ എന്ന് കിട്ടുന്നു. നോം വൈയും നോം y സ്ക്വയറിലും വൈയും ക്യാൻസൽ ചെയ്യുന്നു. സോ വി ഗെറ്റ് നോം y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ a to b മോഡ് എഫ് ഡി ആൽഫ. മോഡ് എഫ് ഓഫ് ടി ഡി ആൽഫ എന്ന് എഴുതാം, അല്ലെങ്കിൽ മോഡ് എഫ് ഡി ആൽഫ എന്ന് എഴുതാം. Therefore വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് ടി ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ a to b മോഡ് എഫ് ഡി ആൽഫ. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് ദി ഇൻറ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ദി മോഡുലസ്. ഈ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റെക്ടിഫൈബിൾ കർവ്സ് ആണ്.